എന്നെ ഇത് ബാധിക്കില്ല എന്ന് ആരും വിചാരിക്കേണ്ട. ഇത് നിങ്ങളെ എല്ലാവരെയും ബാധിക്കും. 100 അല്ല 150% ഞാൻ ഉറപ്പ് തരാം. പോകരുത്. ഇത് കേൾക്കുക. ഇത് കേട്ടതിന് ശേഷം മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം കുളമാവും. ഡോളറുമായിട്ടുള്ള ഇന്ത്യൻ റുപ്പിയുടെ നിലവാരം നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? ഇനി അത് സെഞ്ചുറി ആകാൻ വലിയ താമസമില്ല. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഇന്ത്യൻ രൂപ താഴേക്ക് പോകുന്നത്? എല്ലാവരും പറയുന്നത് പോലെ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന പ്രശ്നങ്ങളല്ല ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല, അല്ലേ? എന്നാൽ ഇന്ന് മുക്കിലും മൂലയിലും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് ആണ്. ഈ ഇൻവെസ്റ്റേഴ്സ് കാരണം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ വാല്യൂ കണ്ടമാനം കൂടിയിരിക്കുകയാണ്. അതായത് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ എണ്ണവും ഡിമാൻഡും വളരെയധികമാണ്. എല്ലാവരും മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്സിലും ഒക്കെയാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല, ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ഇന്ത്യയിലെ ഇൻവെസ്റ്റേഴ്സിന് വെറുതെ പുറത്തൊന്നും പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അവരുടെ പണം ഇന്ത്യയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്റ്റോക്കുകൾക്ക് ഡിമാൻഡാണ്. ഈ ഡിമാൻഡ് കാരണം ഓവർ പ്രൈസ്ഡ് ആണ് ഇന്ത്യൻ സ്റ്റോക്കുകൾ. ഇന്ത്യയുടെ ലോകപ്രശസ്തമായ ഒരു കമ്പനികളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാരണം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത് ഏത് മേഖലയിലേക്കാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആ മേഖലയിൽ ഇപ്പോഴും നമ്മൾ വട്ടപൂജ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അമേരിക്കയുടെ ആപ്പിൾ, ഗൂഗിൾ, ഓപ്പൺ AI, ചൈനയുടെ വാവേ, BYD ഇങ്ങനെയുള്ള കമ്പനികളോട് കിട്ടപിടിക്കുന്ന കമ്പനികളുടെ എണ്ണം ഇന്ത്യയിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഗ്രോത്ത് കാണുന്നില്ല. ഈ കാരണങ്ങൾ കൊണ്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ നിന്നും പണം പിൻവലിച്ച് എമർജിംഗ് മാർക്കറ്റുകളിലേക്ക് കൊണ്ടിടും. അതുകൊണ്ടാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്നത്. ഇന്ത്യയിലെ അമിത ഡിമാൻഡും ഓവർ പ്രൈസും. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഇന്നോവേഷൻസ് ഒന്നും നടക്കുന്നുമില്ല. ആ സമയത്താണ് ഗ്ലോബൽ ഓയിൽ മാർക്കറ്റിനെ പിടിച്ചുലയ്ക്കുന്ന പ്രശ്നങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായത്. ഓയിലിൻ്റെ വില കൂടി, ഇൻവെസ്റ്റേഴ്സ് പാനിക്കായി. അവർ ഇന്ത്യയിൽ നിന്നും പണം പിൻവലിച്ച് സേഫ് ആയിട്ടുള്ള അമേരിക്കൻ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളും ഇന്നോവേറ്റീവായിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. പുതിയ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കണം. ചൈനയിലെ ചെറിയ നഗരങ്ങളിൽ പോലും ഹൈ പ്രൊഡക്റ്റീവായിട്ടുള്ള ഇൻഡസ്ട്രികളുണ്ട്. ആ രീതിയിലേക്ക് ഇന്ത്യ വളരണം. ഇതാരെക്കൊണ്ട് സാധിക്കുമെന്ന് എനിക്കറിയില്ല. അതല്ലെങ്കിൽ നമ്മൾ ഇനിയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടും. ചെറിയ പ്രശ്നങ്ങൾ ലോകത്തുണ്ടാകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മളെ ആയിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കി വേണം ജനങ്ങൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ.